ഹലോ, അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ത്രെഡ് ചെയ്യാൻ വന്നിരിക്കണം. അമ്മയ്ക്കല്ലേ അല്ലേ? അതെ, അമ്മ ത്രെഡ് ചെയ്യില്ലേ? അതെ. അപ്പോൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകും. അതൊക്കെ കാണിക്കാം. ബായ്. ഒന്നും കഴിക്കില്ല. നമ്മളിപ്പോൾ വരാട്ടെ, ത്രെഡ് ചെയ്തിട്ട് വരെ. ഇതൊന്ന് ത്രെഡ് ചെയ്യാൻ വന്നിരിക്കുകയായിരുന്നു. സിറ്റി സെൻറ്ററിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ. അമ്മയ്ക്കൊന്നും ചെയ്യേണ്ടത് പറഞ്ഞാൽ അമ്മൊന്നും ചെയ്തില്ലല്ലേ. നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോകും. എന്താണ് കഴിക്കില്ല, ഫുഡൊന്നും കഴിക്കില്ല. നോ നോ, നമ്മൾ കഴിക്കില്ല. കഴിക്കും. ഞാൻ എറണാകുളത്ത് പോകണട്ടാ. നമ്മ ഒറ്റയ്ക്കാണ്. പ്രേതം വരും വീട്ടിൽ. ഒറ്റയ്ക്കെന്നല്ല, ഒറ്റയ്ക്ക് കിടന്നിറങ്ങാറ്. ഞാൻ ബിഗ് ബോസിലുള്ളപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. എന്താ സുഖല്ലേ? അതന്നെ. ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം അല്ലേ? അമ്മ കണ്ട കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് പോയി ഭയങ്കരമായിട്ട് തള്ളുക. ഓഫാക്കാൻ പറഞ്ഞ അടിക്കുമോ? ഇഷ്ടായ ചോയുണ്ടെന്ന്. എന്തൊരു ചോയ? അങ്ങോട്ട് നോക്ക്. ടേസ്റ്റ് ഉണ്ടാ? നല്ല ബിരിയാണി കഴിച്ചിട്ട് കൂടിയില്ലാട്ടാ. നല്ല ബിരിയാണി. ബിരിയാണിയൊക്കെ കഴിച്ചു. ഇതാ പാഴ്സലെടുത്തു. ബാക്കി വന്നു. പാഴ്സലൊക്കെ എടുത്ത് ഒരാൾ പൂജിറ്റോ കുടിച്ചോണ്ടിരിക്കുക. ഫുഡ് അടിച്ച് വയ്യാണ്ടായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ മറ്റത് പറഞ്ഞെങ്കിലോ കല്യാണ ബിരിയാണി പറഞ്ഞു പെട്ടെന്ന് എന്നിട്ട് പറയും നല്ല ബിരിയാണിയാണൊക്കെ. ഞാനും പറഞ്ഞില്ല, മറ്റേതാണെങ്കിൽ 580 രൂപ പോയേനെ. ഇതിപ്പോ 450 രൂപയല്ലോ. ഓക്കെ, അങ്ങനെ വീട്ടിലെത്തി. അത്ര നല്ല ബിരിയാണി ഒന്നും ആയിരുന്നില്ല കേട്ടാ. എന്നിട്ട് പറയാം നല്ല ബിരിയാണി ആയിരുന്നു. അത് കഴിച്ചു ഫുൾ. ഒരു ബിരിയാണി വിശക്കില്ലാന്ന് പറഞ്ഞിട്ട് ഒരു ബിരിയാണി മൊത്തം കഴിച്ചു കേട്ടാ. ഞാനാണെങ്കിൽ ഒരു ബിരിയാണി മൊത്തം കഴിച്ചില്ല. ഇവിടെ പാഴ്സൽ കൊടുന്നത്. മുജിറ്റും ഇഷ്ടമല്ല എന്നിട്ട് അതും കുടിച്ചു. ഒരു സമാധാനം കിട്ടി. അതെ. അപ്പോൾ ഞാൻ എറണാകുളം പോവാണ്. അമ്മേനെ മിസ് ചെയ്യൂ? ഇല്ല. അയ്യോ, കണ്ട, ഇതാണ് എൻ്റെ തള്ളപ്പിടി. ഇങ്ങനെയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ എറണാകുളത്തിൽ കാണിക്കാം കേട്ടോ. ബൈ. ആൾക്കാർ പോകുന്നു. സ്നേഹമോൾ നോക്കൂ. ചെലവൊന്നുമില്ല കേട്ടോ. എക്സ്ക്യൂസ് മീ. നിങ്ങൾക്ക് കയറിയില്ലേ? എനിക്ക് കുറച്ച് കയറണം. പാവങ്ങള് എത്ര? എനിക്ക് പൈസ കൂടി കിട്ടിയില്ലേ പിന്നെയാണ്. അപ്പൊ ഗൈസ്, നമ്മളതാ ആലുവയിലേക്ക് പോവാണ്. ഞാൻ ആലുവയിലാണ് ഇറങ്ങിയത്. ഇനി നമ്മളെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം. സീക്രട്ട് ഏജന്റ് സായിക്ക്. താങ്ക് യു ചേട്ടാ. എനിക്ക് ഇതെന്താ അമ്പഴങ്ങല്ലേ? മാങ്ങില അമ്പഴങ്ങ. വേണ്ട. ഹായ് പറ. അയ്യോ, വല്ലാത്തൊരു ഹായ് ആയി. അപ്പൊ നമ്മളിപ്പോ അമ്പഴങ്ങാന്ന് പറഞ്ഞിട്ട് എന്റെ ബ്ലോഗ് നശിപ്പിക്കേ. അമ്പഴങ്ങാന്ന് പറഞ്ഞിട്ട് മാങ്ങയാണ് തന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അമ്പഴങ്ങ കൊണ്ട് ആളെനിക്ക് മാങ്ങ അങ്ങനെ നമ്മള് റൂമിലെത്തിയിട്ടില്ല, ഹോട്ടലിലെത്തി. ഖദർബായി അവിടെ സൈഡ് ചെയ്ത് കളിക്കാണ്. ഈ ഹോട്ടൽ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട് തോന്നുന്നുണ്ട്. സൈഡ് ചേട്ടാ, ഖദർബായി ഹോട്ടൽ വാങ്ങാണോ? ഹോട്ടൽ വാങ്ങാൻ വന്നോ? ഓക്കെ, എൻ്റെ ഇല്ല ആരുടെയോ. അപ്പോൾ നമ്മൾ ഞാൻ സ്നേഹിച്ചിട്ട് കൂടിയാണ്. ഇന്ന് വല്ല നടക്കും. അയ്യോ, ഞാൻ ആ ടൈപ്പല്ല, ഞാൻ അത്രക്കാരൻ. ഹലോ, ഇതാ നമ്മളങ്ങനെ റൂമൊക്കെ എത്തി. സ്നേഹമോൾ ചാറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആരോടോ കാമുകണ്ടെന്ന് തോന്നുന്നുണ്ട്. വേറെ കാമുകനാണ്. അതെ, നമ്മുടെ കണ്ണാപ്പിനെ വിട്ടു. കണ്ണാപ്പിനെ ഒഴിവാക്കി. അതെ, പുതിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 5 7 ദിവസവും 7 ആൾക്കാരാണ്. തിങ്കളാഴ്ച പേര് അറിയില്ല, ചൊവ്വാഴ്ച അത് ബുധനാഴ്ച ഒരാള്, ഇനി നാളെ വേറെ ആള് വരും, മറ്റന്നാള് പിന്നെ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് സ്നേഹ. എന്താ ചെയ്യാ? നേരത്തെ വിളിച്ചപ്പോ ഫുൾ ടൈം ഫോൺ ബിസി. വിളിച്ചപ്പോ പറയാ എന്നെ അമ്മ വിളിച്ചോണ്ടേ ഇരിക്കും, എവിടെ എത്തിന്ന് വെച്ചിട്ട് ഫുൾ നുണയാണ്. ഇത് എന്നും ഓരോ ആൾക്കാരുണ്ട്. നീ എട്ടാമത്തെ ഒരാൾക്ക് ചാൻസ് ഉണ്ട്, നോക്കാം. എട്ടാമത്തെ ആഴ്ചയില്ലല്ലോ, ഇത്ര മതി. അല്ല, എട്ടാമത്തെ വേണമെങ്കിൽ ഒരു മാറ്റി ചിന്തിക്കാം. താല്പര്യമില്ല ഇപ്പൊ. ഇപ്പോൾ തന്നെ വെയ്യണ്ട. ഇപ്പൊ ഏഴാഞ്ചലി സപ്താഞ്ജലി വെറുതെ ഓരോന്നൊക്കെ പറയാം. സപ്താഞ്ജലി. അപ്പോ ഇനി ഇവർക്ക് സത്യത്തിൽ എനിക്കൊന്നും മേടിച്ചെന്നില്ല. ഇവര് എന്താണല്ലേ, ഒരു മാങ്ങ മേടിച്ചെന്നിട്ട് ഒരു മാങ്ങാണ്ടി മേടിച്ചെന്നിട്ട് എന്നോട് വിട്ടതാ. അമ്പഴങ്ങ
അമ്പഴങ്ങില്ലത് വാങ്ങിയില്ല. അപ്പൊ ഞങ്ങള് മാങ്ങ വാങ്ങിക്കൊടുത്തു. ഇവര് ഫുഡ് അടിച്ചു. പക്ഷെ എന്നോട് ചോദിക്കാ ഫുഡ് അടിച്ചോ? ഇങ്ങനെ ഇപ്പൊ ഒരാള് വിളിച്ചിട്ട് ഇത് ഞാൻ ശരിയാക്കി തരാം. ഇത് ഞാൻ ധൈര്യം കൊടുത്ത് നോക്കട്ടെ. ഇടുക. അയ്യോ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടുണ്ടല്ലോ. ഇടുക നോട്ടെ. സ്നേഹിച്ചു കൊടുത്തങ്ങട്. അതെ അവിടെ നിന്നല്ല കവളത്ത് വണ്ടി നിർത്തുന്ന മന്ത്രിനെ നമുക്ക് അവഗണിക്കണ്ട. കയ്യിലെടുക്കാ രോമാഞ്ചം വന്നു. സായിച്ചേട്ടൻ അപ്സരച്ച് എന്താ പറ്റി സായിച്ചേട്ടാ? ഗൈസ് ഇവിടെ ഇതൊക്കെയാണ് നടക്കുന്നത്. ഒരു പിഞ്ചുകുട്ടി കാരണത്ത് ഒരു പിഞ്ചുകുട്ടി കാരണത്തില്ലേ ഇവരെന്തിങ്ങനെ ആ കുട്ടിക്ക് എന്തൊക്കെ തോന്നുന്നല്ലേ. അപ്പൊ നമ്മള് കളി കാണാനായിട്ട് ഈ സീക്രട്ട് ഏജന്റ് നമ്മള് നടത്തിക്കാണ് ഗൈസ്. കണ്ടോ ഇയാള് നടന്നത് എങ്ങനെ ബാക്കില് അപ്പൊ ഇനി അവിടെ പോയിട്ട് കാണാം. ഓക്കെ അങ്ങനെ നമ്മള് കളി കാണാത്തിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയില്ല. അതെ അതെ. അപ്പൊ ഇനി ഉള്ളി കയറ്റി വിടില്ലെന്ന് തോന്നുന്നുണ്ട്. സാധിച്ചിട്ടുള്ള കാരണം നമ്മള് ഉള്ളിൽ പോകും. കേരള ബ്ലാസ്റ്റേഴ്സ് ഞാൻ നന്ദന. അപ്പൊ ഞങ്ങള് കളി കാണാൻ വന്നേക്കാണ്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയും കാര്യങ്ങളൊക്കെ വീഡിയോയില് കാണിക്കാം അല്ലേ? അതെ. അപ്പൊ കളി കഴിഞ്ഞു തോന്നുന്നുണ്ട്. എന്താണ് എന്നിട്ട് കേരള ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. നന്ദനി കേരള ബ്ലാസ്റ്റേഴ്സ് നന്ദന സാധനങ്ങള് അകത്ത് അല്ല അതാ ശരി. തൃശ്ശൂർക്കാരിയല്ലേ അകത്ത് കളിക്കാൻ 2 തൃശ്ശൂർക്കാരെ പേര് പറഞ്ഞേ. തല്ലൂട്ടൊക്കെ മൊത്തം പറഞ്ഞു കൊണ്ടുപോകാറുണ്ട്. ഏതെങ്കിലും 2 പിള്ളേരെ ഇരുന്നോട്ടുണ്ട്. ആളിയോ നമ്മള് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ വന്നിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചോടി പോരാട്ടമുള്ള കിരൺ ചേട്ടാ. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജയിക്കും. പിന്നെ അല്ല അല്ലേ? കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും അത്ര തന്നെ. എന്താ കളി അവരുടെ? അടിക്കില്ല ഇവിടെ കൂട്ടപ്പാ. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ അടിച്ചേക്കാണ്. നന്ദുടിയുടെ വീടിന്റെ അടുത്തുള്ള ഒരു പ്ലെയർ നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട്. പേര് രാഹുൽ കെ. അതെ എന്റെ വീടിന്റെ അടുത്തെന്ന് പറഞ്ഞു കൊടുക്ക്. വീടിന്റെ അടുത്താണെന്ന് പറഞ്ഞു. ഇതൊക്കെ വീഡിയോ ഇടാണല്ലോ. അങ്ങനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കഴിഞ്ഞിട്ടില്ല. അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് നാളെ പ്രോഗ്രാമിൽ പോകേണ്ട കാരണം ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് എനിക്ക്. അത് കാരണം നമ്മൾ പോവാണ് റിട്ടേൺ. ഡാൻസ് പ്രാക്ടീസുള്ള കാരണം പോവാട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഡാൻസ് പ്രാക്ടീസ്. ഒരു കമ്മൽ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള യുദ്ധമാണ് കേട്ടോ. കമ്മൽ എന്തെങ്കിലും കിട്ടും? കുറെ നേരമായി ഒരു പിങ്ക് കമ്മൽ നോക്കി നിൽക്കുന്നു. നിറയെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഷോപ്പില്. ഷർട്ട് എടുക്കാൻ പോയിട്ട് എത്ര നേരമായി സായിച്ചേട്ടാ? ഒരു ഷർട്ട് എടുക്കാൻ എത്ര നേരാ? എല്ലാം കൂടി മനുഷ്യന് ശല്യം.
വേർത്ത് നോക്കിയേ ഞങ്ങൾ അവിടെ നടക്കണതാ. വെള്ളം കുടിക്കണം ചവറായി. വെള്ളം കിട്ടി ശരിക്കും ചവറായി. അതെ 1 കിലോമീറ്റർ നമ്മൾ നടന്നത്. 1 കിലോമീറ്റർ നടക്കുന്നത്. സെലിബ്രിറ്റിയെ ശേഷം നന്ദന ആദ്യമായിട്ടാണ് 1 കിലോമീറ്റർ നടക്കുന്നത്. നിങ്ങളെ പേജിന്റെ പേര് പോവാണോ? ബൈ ബൈ. അപ്പോൾ അങ്ങനെ എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞ് നല്ല ക്ഷീണം കിട്ടുക, നല്ലോണം ഉറക്കം വരുന്നുണ്ട്. സമയം 12 അപ്പോൾ എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞു. ഇനി നാളെ 7 മണിക്ക് നമ്മുടെ മേക്കപ്പിന്റെ ആളെത്തും. മേക്കപ്പ് ചെയ്യണം, അതാണ് മെയിൻ. അതാണ് മെയിൻ. ഇനി നന്ദനാസിന്റെ ഡാൻസ് ഉണ്ടാവും. അതൊക്കെ ഇനി നമുക്ക് നാളത്തെ അടുത്ത വ്ളോഗിൽ കാണാം. അതെ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ ബൈ.